ഭവനങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു പ്രധാനപ്പെട്ട പരാതി അത് കേവലം ഒരു ഉദ്യോഗസ്ഥ കേന്ദ്രം മാത്രമായി തീരുന്നു. ഇപ്പോൾ ബെൻഡാർവിനും ഞാനും സുരേഷും ഒക്കെ വിദ്യാർത്ഥി, ആനന്ദും ഒക്കെ വിദ്യാർത്ഥി രംഗത്തിലൂടെ കടന്നു വന്ന ആളുകളാണ്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം കഴിഞ്ഞ തവണ ബഹുമാനപ്പെട്ട രവീന്ദ്രൻ മാഷ് പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിൽ ആയിരക്കണക്കിന് വിദ്യാലയങ്ങൾ പുതിയ കെട്ടിടങ്ങളായി പരിവർത്തനം ചെയ്തു. അവിടെ സംഘടിപ്പിക്കപ്പെട്ടതാരാ? സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും മാത്രമായിരുന്നില്ല. PTA-ക്കാർ, MPTA-ക്കാർ, SMC കമ്മിറ്റിക്കാർ, പൂർവ്വ വിദ്യാർത്ഥികൾ, പൂർവ്വ അധ്യാപകർ. ഒരു വട്ടം കൂടിയ പഴയ വിദ്യാലയ തിരുമുറ്റത്തെത്തുവാൻ മോഹം എന്ന OMV കുറുപ്പിന്റെ പാട്ട് ഹൃദയത്തിൽ എഴുതി വെച്ച് എല്ലാവരും ഒത്തുചേർന്നു. കലാലയത്തിന്റെ നടുവിൽ 6,78,000 കുട്ടികൾ പുതിയതായി പൊതുവിദ്യാഭ്യാസ കേന്ദ്രത്തിലേക്ക് എത്തിച്ചേർന്നത് അങ്ങനെയാണ്. നമ്മുടെ നാട്ടിലെ ആശുപത്രികൾക്ക് വലിയ വികസനം ഉണ്ടായി. ആശുപത്രികളുടെ വികസനത്തിന്റെ ഓരോ കല്ലും എടുത്തു വെക്കുമ്പോൾ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയിൽ അംഗങ്ങൾ മുണ്ട് വളച്ചുകുത്തി അവരുടെ വീട് എന്നതുപോലെ അതിനോടൊപ്പം നിലനിന്നു. വില്ലേജ് ഓഫീസ് പലപ്പോഴും ഉദ്യോഗസ്ഥ കേന്ദ്രീകൃത ലോകമായി അവസാനിക്കുന്നുണ്ടോ എന്ന ഭീതി ഞങ്ങൾക്കും നിങ്ങൾക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മാസം മുതൽ എല്ലാ വെള്ളിയാഴ്ചയും, എല്ലാ മൂന്നാമത്തെ വെള്ളിയാഴ്ചയും വൈകുന്നേരം 3 മണിക്ക് വില്ലേജ് ഓഫീസർ കൺവീനറായി, പഞ്ചായത്ത് പ്രസിഡന്റ് അംഗമായി, MLA-യോ MLA-യുടെ പ്രതിനിധിയോ അംഗമായി, ആ വാർഡിനെ പ്രതിനിധീകരിക്കുന്ന 3 ത്രിതല അംഗങ്ങൾ അതിൽ അംഗങ്ങളായി, നിയമസഭയിൽ പ്രാതിനിധ്യമുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രതിനിധികൾ അംഗങ്ങളായി, സർക്കാർ നിർദ്ദേശിക്കുന്ന ഒരു വനിതാംഗവും ഒരു SC/ST അംഗവും കൂടി ഉൾപ്പെടുത്തി താലൂക്കിൽ നിന്ന് ചുമതലയുള്ള ഡെപ്യൂട്ടി തഹസിൽദാർ കൂടി അംഗമായി ഒരു വില്ലേജ് തല ജനകീയ സമിതി കേരള ചരിത്രത്തിൽ ആദ്യമായി നാം രൂപവത്കരിച്ചു. നേരത്തെ സർട്ടിഫിക്കറ്റുകളും കൊടുക്കാൻ ഞാനിപ്പോൾ കുളത്തൂരിലെ വില്ലേജ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തതിന് ശേഷം അതിൻ്റെ സന്ദർശക ഡയറിയിൽ എഴുതണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം എഴുതി വെച്ചത്, ഈ വില്ലേജ് ഓഫീസിൻ്റെ പടി ചവിട്ടി മുഷിഞ്ഞ വസ്ത്രവുമായി കടന്നു വരുന്നവൻ്റെ കയ്യിൽ ഡോക്ടർമാർ എഴുതുന്നത് പോലെ ഒരു കുറിപ്പടി ഉണ്ടാകും. പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാകണമെന്നില്ല. അത് ചുരുട്ടിപ്പിടിച്ച് ഈ വില്ലേജ് ഓഫീസിൻ്റെ പടി കയറുമ്പോൾ അയാളുടെ മനസ്സിൽ ഇതുവരെ കടന്നു വരുമ്പോഴുള്ള എല്ലാ ചുഴലിക്കാറ്റുകളെയും അതിജീവിച്ച് എത്തിയ ഒരു മെഴുകുതിരിയുടെ നാളമുണ്ടാകും. ആയിരിക്കും അയാളെ നയിക്കുന്ന അയാളുടെ ചിന്ത, അയാളുടെ ആശ്വാസം, അയാളുടെ സ്വപ്നം. വലിയ ചുഴലിക്കാറ്റിനകത്ത് 2 കൈയും ചേർത്ത് LIC-യുടെ ചിഹ്നം പോലെ പിടിച്ച് അതിൻ്റെ നടുവിൽ ഈ മെഴുകുതിരി വട്ടത്തെ കാത്തു സൂക്ഷിച്ചായിരിക്കും അറിയുന്ന അക്ഷരവും വെച്ചുകൊണ്ടൊരു പരാതിക്കാരൻ ഈ വില്ലേജ് ഓഫീസിൻ്റെ പടി ചവിട്ടി കയറി വരിക. അയാൾക്ക് ഇരിക്കാൻ സ്ഥലവും കുടിക്കാൻ വെള്ളവും ശൗചാലയത്തിൽ പോകാൻ മുറിയും ഒക്കെ ഉണ്ടെങ്കിലും അയാളുടെ ഈ മെഴുകുതിരി നാളത്തെ കെടാതെ അതിനെ ഒരു പന്തമായി കത്തിക്കേണ്ട ചുമതല ഈ ഓഫീസിലുള്ള ജീവനക്കാർക്കാണ്. അയാളുടെ കൈപിടിച്ച് അറിവില്ലായ്മയുടെ വഴികളിലൂടെ വന്നൊരു സാധാരണക്കാരനായ പരാതിക്കാരനെ ജീവിത സ്വപ്നത്തിൻ്റെ മഹാപന്തങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സർക്കാർ ജീവനക്കാർ കൂടി തയ്യാറാകുമ്പോഴാണ് കുളത്തൂർ വില്ലേജ് ഓഫീസ് അക്ഷരാർത്ഥത്തിൽ ഒരു സ്മാർട്ട് വില്ലേജായി മാറുക എന്ന ധാരണ നമ്മുടെ ജീവനക്കാർക്ക് കൂടി ഉണ്ടായാൽ മാത്രമേ യഥാർത്ഥ ഒരു സ്മാർട്ട് വില്ലേജ് ഓഫീസ് രൂപീകരിക്കത്തുള്ളൂ. അതിൽ